വേറെ തോണി വെച്ച സ്ഥലം ഇപ്പൊ കാണിച്ചതാ. വലിയ പരമ്പരാഗതമായ രീതിയിലുള്ള ഒരു അളമ്പക്ക വരല്. നണ്ടി നമ്മള് കല്യാണം കഴിഞ്ഞപ്പോ ഒരു 7 കൊല്ലായി. അപ്പൊ 7 വർഷമായിട്ട് അപ്പോൾ നമ്മളിതിപ്പോൾ രണ്ടാമത്തെ ട്രിപ്പാണ് ഇപ്പം ഇങ്ങോട്ട് വരുന്നത്. ഇപ്പോൾ സമയം ഒരു 4 മണി ആയിട്ടുണ്ടാവില്ലേ. ഇപ്പോൾ എളമ്പക്ക വരാൻ വന്നിട്ടേല് ചിലയിടത്ത് ഇപ്പോൾ അനൂപേട്ടൻ്റെ നാട്ടിൽ എളമ്പക്കാന്നല്ല പറയല്, കക്ക അല്ലെങ്കിൽ കൂർക്ക അല്ലേ, അങ്ങനെയാ പറയല്. ആടെ കൂർക്കാന്ന് പറഞ്ഞ, പക്ഷെ നമ്മള് കൂർക്കാന്ന് പറയുന്ന മറ്റേ കിഴങ്ങാന്ന്. നമ്മളെ നാട്ടില് കൂർക്കേഷ് ബി പറയല്ല. ഇവിടെ ഇങ്ങനെ ഇളമ്പൊക്കെ കൂടുതലാന്ന് അമ്മ ഇന്നലെ വിളിച്ചപ്പോൾ പറഞ്ഞായിരുന്നു. 2 ദിവസം മുമ്പേ വിളിച്ചിട്ട് പറഞ്ഞായിരുന്നു ഇളമ്പൊക്കെ ഉണ്ട് നല്ലോണം, നിങ്ങൾ വരുവാണെങ്കിൽ എടുത്തു വെക്കാന്നെല്ലാം പറഞ്ഞു. അപ്പം നമുക്കൊന്ന് പിടിക്കാം, അത് നിങ്ങളെയും കൂടി കാണിക്കാന്ന് വരും. ഇതിന് ഉറങ്ങി വീട്ടിൽ പോയിട്ട് ഓനെ ഉറക്കിട്ടേക്ക് വന്ന കാരണം നേരത്തെ കുറേ നേരം വെള്ളത്തിൽ കളിച്ചുകൊണ്ട് അതിന്റെ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. വെള്ളം കാണുന്നതിന് ഓന്റെ വിചാരം എല്ലാ സ്ഥലത്തും ഉറങ്ങാൻ പറ്റുന്നതാണ് അവന്റെ ഒരു മനസ്സിൽ ധാരണ. അതുകൊണ്ട് തോണി കരയിൽ അടുപ്പിക്കുന്നവരെ കാല് വെള്ളത്തിലായിരുന്നു. അത്രയും നേരം വരെ വെള്ളത്തിൽ കളിച്ച് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു ഇനി. എന്നിട്ട് വീട്ടിൽ പോയി അവിടെ കുളിപ്പിച്ച് ഭക്ഷണം കൊടുത്ത് ആളങ്ങ് ഉറങ്ങി. അപ്പോൾ സുഭജന്റെ മാമനാണ് തോണി തുഴയുന്നത്, മാമനാണ് ഇളമ്പക്ക വാരലിന്റെ എക്സ്പേർട്ടാണ്. ഇപ്പൊ നമ്മള് 3 ആളേയില്ലേ, ഞാനും ഏട്ടനും മാമനും കൂടി. നിധി വേറെ പോകാനുണ്ടായിട്ടോ, അവൻ പോയിട്ടാണുള്ളത്. ഇളമ്പൊക്കെ പിടിക്കാൻ വേണ്ടിട്ട് തുറന്നാണ്. അപ്പൊ നമ്മള് കാലിൽ തടയുന്നുണ്ടല്ലേ. ഇപ്പൊ സുഭജന്റെ മാമന് ഇപ്പം ഇളമ്പൊക്കെ ഇപ്പം വരുന്നതാണ്. ഞാനല്ല വീഡിയോ എടുക്കും. അപ്പൊ ഇത് ഒരു ഇളമ്പൊക്കെ വാരുന്ന ഒരു വലയായത്. ഇളമ്പൊക്കെ വാരുന്ന ഒരു വര ഇതാ, ഇങ്ങനെ നമുക്ക് വാരിയെടുക്കാം. ഈ നിലത്തുനിന്ന് മണ്ണ് ഈ വലേൻ്റെ തറ്റത്തൊരു കെട്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ കെട്ടിനകത്തേക്ക് ഈ ഇളമ്പൊക്കെ ഇങ്ങനെ നിറഞ്ഞുകൊണ്ട് വെക്കും. അപ്പം നിലം കുഴിച്ച് മാന്തി വാരുകയാണ് ചെയ്യണം. എൻ്റെ അത്തിപ്പറഞ്ഞ അപ്പോൾ സുഭജ ഇവിടെ വേറൊരു പരിപാടി. സുഭജ പരമ്പരാഗതമായ രീതിയിലുള്ള ഒരു ഇളമ്പക്ക വാരല്, വളരെ പുരാതനമായിട്ടുള്ള ഒരു രീതിയിലുള്ള ഇളമ്പക്ക വാരലായിരുന്നു. ഒറ്റ നോട്ടത്തിൽ ഫാനിൻ്റെ ഇതുപോലെ തോന്നുമെങ്കിലും ഇത് ഇളമ്പക്ക വാരാൻ പ്രത്യേകമുള്ളൊരു മെഷീനാണ്. ഇപ്പം ദൂരെ ഇത് 2 ആൾക്കാർ ഇപ്പോൾ ഇത് കാണുന്നതെന്ന് വെച്ചാൽ അവർ വല ഇടുന്നതാണ്. വല ഇനിയിപ്പോൾ ഇത് നാളെ രാവിലെ പുലച്ചക്ക് വന്നിട്ട് അവർ വന്ന് വലയെടുക്കും. തോണിയും കൊണ്ട് പൊക്ക്. അപ്പൊ ഇത് 2ാമത്തെ കോരലാണ്. ഇതിൽക്കൂടെ എല്ലാം നടക്കുമ്പോൾ കാലിൽ നമുക്കിങ്ങനെ ഇളമ്പൊക്കെ കിട്ടും. കാണിച്ചു തരാം. ഇങ്ങനെ കിട്ടുന്നുണ്ട്. ഇത് കുറച്ച് വലിപ്പം കുറവാണ്.
ടോയിൽ ഏകദേശം എത്ര ആൾക്കാരുണ്ടാവും ഈ പണിയെടുക്കുന്നത് ഇങ്ങനത്തെ നമ്മളെ ഈ മീൻ പിടിക്കലും ഇങ്ങനത്തെ എല്ലായിട്ട്? ഈ കക്കവാലിൽ തന്നെ കുറേ പേരുണ്ട്. പിന്നെ മറ്റേ മുനിസിപ്പാലിറ്റിന്റെ ഇതുകൊണ്ട് വളരുന്നതിന് മുമ്പിലെ വാരി കൂട്ടി പിന്നെ പറമ്പുകളിൽ ഇങ്ങനെ കൂട്ടുന്നില്ലേ, കൂട്ടി കഴിഞ്ഞാൽ ഇതിന്റെ നാറ്റം കൊണ്ട് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട്. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നമുണ്ട്. ജിയോളജിന്റെ വരെ മുഖ്യമായ പ്രശ്നം അതല്ലേ. പിന്നെ തന്നെ ഞാൻ പറഞ്ഞ മാതിരി ഇത് വാരിന് വലിയ പ്രശ്നം ഉണ്ടാകും. ഒന്നാമത് കൂടുതൽ വെള്ളത്തിൽ മുങ്ങി വരുമ്പോൾ ചെവിയിൽ ചളി കയറും. ഈ 2 ആഴ്ച 3 ആഴ്ച ഓടുമ്പോൾ ഒരു പ്രാവശ്യം ചെവി ക്ലീൻ ചെയ്യാൻ പോകണം. അപ്പൊ ചെവി വേദനയുണ്ടാവും. വേദനയുണ്ടാവും. ആകെ ചെയ്തെന്ന് 2 ദിവസം ഉണ്ടാവും. അല്ലാണ്ട് നമുക്ക് ചെവി ഈ അടക്കുന്ന സംഭവം വെള്ളത്തിൽ ഇറങ്ങും. അതുകൊണ്ട് അത് ചില ആൾക്ക് അത് വിങ്ങിച്ച് വരും. ആ ചെവിക്ക് ഇട്ട് കഴിഞ്ഞാല് ചില ആൾക്ക് അത് വിങ്ങിച്ച് വരും. അതുകൊണ്ട് അത് ഉപയോഗിക്കും. ഇത് നമ്മൾ ഈ വലിക്കുന്നത് വീഡിയോ കാണുന്ന നമുക്കുള്ള സുഖമുണ്ട്, പക്ഷെ നല്ല ശക്തി എടുത്ത് വലിക്കണം. ചെറിയ മാവ് കിടക്കുന്നുണ്ട്. ഇത് എന്തുണ്ടാ ചെറിയുണ്ട് കൂട്ടിപ്പോയി. ഇത് വിളമ്പൊക്കെ വരുന്ന തന്നെയാ സാധനം മീൻ പിടിക്കുന്നല്ലേ? ഈ കാണുന്ന വല മീൻ പിടിക്കുന്നത്. ശരി, ഇവിടെ ഇരുമീൻ നമ്മുടെ കരിമീൻ. എൻ്റെ നാട്ടിലാണ് സൂചി കുറച്ച് അനുഭവങ്ങൾ പറയാനുണ്ടാവും, നമുക്ക് അതൊന്ന് കേട്ട് നോക്കാം. അല്ല, നമ്മളെല്ലാം ചെറുപ്പകാലത്ത് എപ്പോഴും ഈ ഒരു സീസൺ ആകുമ്പോൾ പുഴേൻ്റെ സൈഡിലെ ഒട്ടുമിക്ക ആൾക്കാരുടെ വീടുകളിലും ഇങ്ങനെ ഞണ്ട്, ഇളമ്പക്ക, മീൻ ഇതന്നെയായിരിക്കും ഡെയിലി വീട്ടിൽ കറി വെക്കാനുണ്ടാവും. നമ്മൾ ശരിക്കും പറഞ്ഞാൽ കടൽ മത്സ്യം ഒന്നും അങ്ങനെ വാങ്ങൽ വളരെ കുറവാണ്. പക്ഷെ അതിനോടായിരുന്നു ഭയങ്കര താല്പര്യം. ഇത് സ്ഥിരമായിട്ട് കിട്ടുന്നത് കൊണ്ട് അതിനോട് ഭയങ്കര ഒരു താല്പര്യമായിരുന്നു. പക്ഷേ ഇപ്പോൾ കല്യാണം കഴിഞ്ഞപ്പോൾ നേരെ ഓപ്പോസിറ്റേ. ഏട്ടൻ്റെ വീട്ടിൻ്റെ അടുത്ത് മറ്റേ കടൽ മത്സ്യം കിട്ടുമല്ലോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ മാത്രമാണ് ഇങ്ങനെ ഫ്രഷ് ആയിട്ടുള്ള ഞണ്ട്, ഇളമ്പക്ക, മീൻ ഇതെല്ലാം കിട്ടുക. അതുകൊണ്ട് ഇതിനോടെല്ലാം ഭയങ്കര ഒരു കൊതിയാണ് ആ സമയത്ത്. പക്ഷെ ഇപ്പം മെയിനായിട്ട് സത്യം പറഞ്ഞാൽ സർജറി കഴിഞ്ഞതിന് ശേഷം, എൻ്റെ പിത്താശി എടുത്ത് കളഞ്ഞതിന് ശേഷം, പിത്താശി എടുത്ത് കളയുന്നതിന് മുമ്പ് വരെ ഈ പറഞ്ഞ ഈ ഞണ്ടോ ചെമ്മീനോ ഒന്നും എനിക്ക് കഴിക്കാൻ പറ്റില്ല. ഇളമ്പക്ക അങ്ങനെയുള്ള ഒന്നും കഴിക്കാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ അതെല്ലാം കൊണ്ട് ഇപ്പോൾ സർജറിയെല്ലാം കഴിഞ്ഞതുകൊണ്ട് ഞാൻ ഏട്ടനോട് പറഞ്ഞതാ, എന്തായാലും എനിക്കിത് വേണം. കുറേ ആയി ഞാൻ ഇത് കഴിക്കാത്തത്. ശരിക്കും സുബുജാനെ പിത്താശി കല്ലെന്ന് പറഞ്ഞ ശേഷം പിന്നെ സുബുജാനെ ഇളമ്പക്കി ചെമ്മീൻ കഴിക്കാൻ പറ്റില്ല. ഞാൻ ഒരിക്കലും സുബുജാനെ കഴിക്കാൻ സമ്മതിച്ചില്ല. പിന്നെ ചെമ്മീൻ ഒരു തവണ കഴിച്ചപ്പോൾ തന്നെ എനിക്ക് വയറുവേദന എടുത്തായിരുന്നു, ഭയങ്കര പ്രശ്നമായിരുന്നു. അപ്പം അതുകൊണ്ട് എൻ്റെ കാലിന് ചെമ്മീൻ കുത്തും. പിന്നെ അപ്പം അതുകൊണ്ട് ഭയങ്കര കൊതിയായിരുന്നു ഇത് തിന്നാൻ വേണ്ടിയിട്ട്. അപ്പം അതുകൊണ്ട് എത്ര മോനെ ഡെലിവറി കഴിഞ്ഞപ്പോഴായിരുന്നു ആ ഒരു പ്രശ്നം ഉണ്ടായത്. അപ്പം അതുകൊണ്ട് തന്നെ അതുകൊണ്ട് ഇപ്പം 5 വയസ്സായി മോന്. ഇതിനിടയ്ക്ക് ഞാൻ ഒറ്റൊരു കാര്യം ഇടക്കൊന്ന് പറയാം. അതായത് സുബുജക്ക് പിത്താശത്ത് കല്ല് വരാനുള്ള ഞാൻ സംശയിക്കുന്ന ഒരു കാരണം, ഇവക്ക് ഡോക്ടർ പറഞ്ഞത് പ്രഗ്നൻസി ടൈമിൽ ഹോർമോൺ വ്യതിയാനത്തിൽ എന്നാണ് പറഞ്ഞത്. പക്ഷേ എനിക്ക് ഇതിനകത്തൊരു സംശയം വന്നതെന്ന് വെച്ചാൽ ഈ ഇളമ്പക്ക എന്ന് പറയുന്ന സംഭവം ഇത് നമ്മൾ എത്ര കഴി വൃത്തിയാക്കാലും ഇത് പൂഴി കടിക്കും. കാരണം ഇത് പൂഴി നിന്നാണ് ഈ സാധനം എടുക്കുന്നത്. അപ്പോൾ ഇത് ഒരുപാട് നന്നായിട്ട് കഴിയില്ലെങ്കിൽ എങ്ങനെയായാലും പൂഴി കടിക്കലുണ്ട്. അപ്പോൾ അത് ഒരു കാരണമാണോ എന്ന് ഞാൻ സംശയിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും എന്തുകൊണ്ട് വരുന്നില്ല എന്ന് വെച്ചാൽ എല്ലാവരും പിത്തസഞ്ചി ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും. പക്ഷേ സുബുജാൻ്റെ ഇപ്പം ഇതേ നാട്ടിൽ വേറൊരാൾക്ക് ഇതേപോലെ പിത്താശി എടുത്ത് കളഞ്ഞിട്ടുണ്ട്, ഇതേപോലെ ഒരാൾക്ക് എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ കണ്ട 3 ആൾക്ക് ഈ നാട്ടിൽ ഇതുവരെ. അപ്പോൾ അതൊക്കെ അവർ നോക്കിയാൽ ഇത് കഴിക്കുന്ന തന്നെയാണ് അതിനകത്ത്. അത് നമ്മൾ അല്ല അത് ഉണ്ടാവും, പക്ഷെ എന്നാലും അങ്ങനെയല്ല. എന്നാലും ഇത് ഒരു കാരണം ആകാൻ സാധ്യതയുണ്ട് എന്തായാലും. അത് നമ്മൾ ഈ ഭക്ഷണം കഴിക്കുമ്പോൾ കല്ല് കടിച്ചു കഴിഞ്ഞാൽ അന്നേരം തുപ്പണം എന്ന് പറയുന്നത് അതുകൊണ്ട്. ചില ആളെന്ത് കല്ല് മാത്രം നല്ല തുപ്പി കളിട്ട് ആ ചോറ് ഇറക്കാൻ പാടില്ല. കല്ല് കടിച്ചാൽ അത് തുപ്പണം. എൻ്റെ അച്ഛനൊക്കെ ചെയ്ത് കണ്ടിട്ടുണ്ട്. മൊത്തം വേർത്ത് കുളിച്ച് പരുന്തെന്തോ പറയുന്നുണ്ട്, ആർക്കോ എന്തോ ആരോടോ പറയാനുണ്ട്. കാലിന് കടിക്കുന്ന ചെമ്മീനായിരിക്കുമോ? കാലിന് കടിക്കുന്നത് സൂചി കുത്തുന്ന വേദന. ഞാൻ വിചാരിച്ചത് വേദന എടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചത് കമ്പിയായിട്ടും കുത്തുന്നതാണ്. ശരി, അപ്പൊ സുബജ തോണി ഉന്തിക്കൊണ്ട് പോവാണ്.
ശരിയാട്ടാ. അവിടെ ചെമ്മീൻ ഒരുപാടുണ്ട്. അവര് രണ്ടാമത്തെ വലയൊക്കെ ഇടുന്നത് നാട്ടില് കൊണ്ടുവരുന്ന പോലത്തെ അല്ല, അത് കടലിൽ കടൽ ചെമ്മീൻ. ഇത് അതിനെക്കാട്ടി ടേസ്റ്റ് ടേസ്റ്റും അതെ, ടേസ്റ്റ് മാത്രല്ല റേറ്റും കൂടുതലാണ്. പല ആൾക്കാരും വിചാരിക്കുന്നത് ഒരു വല മീൻ പിടിക്കുന്ന വലനെ കൊണ്ട് തന്നെ ഞണ്ട് പിടിക്കുന്നതും എല്ലാം പിടിക്കുന്നതെന്നാ വിചാരിക്കുന്നത്. പക്ഷെ ശരിക്കും അങ്ങനെയല്ലല്ലോ. അങ്ങനെയല്ല, ഞണ്ടിന് വേറെ പ്രത്യേക വിലയുണ്ട്. ഓരോന്ന് വേറെ, ഞണ്ടിന് വേറെ, മീനിന് വേറെ, അങ്ങനെയാണ്. ഈ വലക്കൽ വലിയ ചെലവ് വലിയ ചിലവാണ്. അതായത് ഒരു സെറ്റ് വലയാക്കുന്നതിനൊക്കെ ഒരു 7-8 റുപ്യേൻ്റെ അടുത്ത് വരും. 8,000 റുപ്യ വരും. 8,000 റുപ്യ അടുത്ത്. ഇപ്പൊ എത്തിന് തന്നെ 300 രൂപ. ഒരു 4-4.5 കിലോ വേണ്ടി വരും ഒരു സെറ്റ് വിലക്ക്. ഇപ്പൊ ഞാൻ കൊടുത്തതും അതേ തന്നെയാണ്. ഇനിയിപ്പോ 3-4 സെറ്റ് വില കെട്ടാനുണ്ട്. അത് പൈസ ഇല്ലാത്തത് കെട്ടാത്ത. അല്ല, വല ഒരു വർഷം ആയി കഴിഞ്ഞാൽ ഇടക്കിടക്ക് അത് ഞണ്ട് കടിക്കാതെ ശ്രദ്ധിക്കണം. രണ്ട് കടിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം പോകും. അത് വില കുടുങ്ങിയാണ്. വില പിടിക്കുന്ന സമയത്ത് തന്നെ ഞണ്ട് കാലടിച്ച് പൊട്ടിക്കുക. ആ കയ്യോടെ പൊട്ടിച്ചു കഴിഞ്ഞാൽ ഒന്നുമല്ല. പിന്നെ കുറേ സമയം വെക്കുമ്പോൾ ഇത് കടിച്ചു മുറിക്കും വെള്ളത്തിൽ തന്നെ. വലേന്റെ കെട്ടുന്ന അതിന്റെ സൈസും അതിലും വ്യത്യാസമുണ്ട്. മീനിന്റെ വല കുറച്ചും കൂടി നേരിയതാണല്ലേ. ഇതിപ്പോ ഇളമ്പക്ക കുറച്ച് കട്ടി. ഇപ്പം നമ്മളുള്ളത്, നമ്മൾ നേരത്തെ ഒരു വീഡിയോ രാവിലെ നമ്മളിവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നേരം ഇവിടെ മുഴുവനും വെള്ളമായിരുന്നു. തോണി നമ്മൾ വെച്ച സ്ഥലം, നേരത്തെ തോണി വെച്ച സ്ഥലം ഇപ്പോൾ കാണിച്ചതാ. ഇപ്പം തോണി കൊണ്ട് കയറ്റാൻ പറ്റില്ല. ഇപ്പം മുഴുവനും ഇവിടെ വെള്ളം വറ്റിയല്ല, സോറി, വേലിയിറക്കം. അപ്പം നമ്മൾ നേരത്തെ ഇവിടെ ഒരു മുട്ടോളം വെള്ളം ഉണ്ടായിരുന്നു. ഈതനെ ഇവിടെ നിന്ന് കളിച്ച് മതിച്ച സ്ഥലമായിരുന്നു. ഇത്രയും നേരം കുറച്ച് അപ്പുറത്തെ സൈഡിൽ നിന്നായിരുന്നു ഇളമ്പൊക്കെ പിടിച്ചുകൊണ്ടുണ്ടായത്. മാമൻ ഇപ്പോൾ അവിടെ നിന്ന് കുറച്ച് അപ്പുറത്തേക്ക് മാറി. നേരത്തെ നമ്മൾ കാണിച്ചു തന്നെ അവിടെ ചെമ്മീൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് മാമൻ അങ്ങോട്ട് പോയിട്ടാണുള്ളത്. നമ്മളതുകൊണ്ട് ഇവിടെ പോസ്റ്റ് ആയിട്ടാണുള്ളത്. മാമനെ കാണാൻ പറ്റുമോ അങ്ങ്? നേരത്തെ മൊത്തം വെള്ളത്തിൽ കിടന്ന സ്ഥലം പെട്ടെന്ന് ഈ വെള്ളം ഇങ്ങനെ വലിഞ്ഞങ്ങ് പോകുമ്പോൾ നമുക്കൊരു അപൂർവമായ കാഴ്ചകൾ. കുറേ എന്തൊക്കെയോ ജീവികൾ, അങ്ങനത്തെ പിന്നെ ഇതാ കുറേ ചെറിയ കക്ക പോലത്തെ കുരിക്കിയും കുറുക്കിയും എല്ലാം ഉണ്ട് ഇതിനകത്ത്. ഇനിയിപ്പോൾ സന്ധ്യ ആവുമ്പോൾ വെള്ളം കയറാൻ തുടങ്ങും. അതിനു മുമ്പേ നമ്മളിപ്പോൾ ഏകദേശം ഒരു 1.5 മണിക്കൂർ ഇവിടെ നിന്നിട്ട് പോകാമെന്നാണ് കരുതുന്നത്. മാമനാ പറഞ്ഞത് ഇപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ ഒരു 2:30-3 മണിക്ക് ശേഷമാണ് വെള്ളം ഇറങ്ങി വരും. ആ സമയത്താണ് ഈ ഇളമ്പൊക്കെ വരാൻ വേണ്ടിയിട്ട് വരേണ്ടത്. അപ്പോൾ പിന്നെ ഒരു സന്ധ്യ ആകുമ്പോഴേക്ക് വെള്ളം കയറാൻ തുടങ്ങും. അതിന് മുമ്പേ പോവും വേണം തിരിച്ച്. ഇവിടെ എലി ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഒരു എലീനെ കണ്ട്. ഇത് എലി അത്ഭുതമല്ലേ? കാരണം ചുറ്റും വെള്ളത്താൽ ചുറ്റപ്പെട്ട സ്ഥലത്ത് ഇങ്ങനെ എലി എങ്ങനെ വരുന്നു എന്നുള്ളതാണ്. ആ എലി എവിടെ? എലി രക്ഷപ്പെട്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമ്മൾ കന്നഡ കഴിഞ്ഞപ്പോൾ ഒരു 7 കൊല്ലമായി. അപ്പോൾ 7 വർഷമായിട്ട് 8 കൊല്ലം. അതെയാ, ഞാൻ പറയുന്നില്ല. അപ്പോൾ നമ്മൾ സത്യത്തില് ഇത്രയും കാലമായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അതായത് രാത്രിയല്ല, ഒരു പുലച്ചക്ക് 4 മണിക്ക് മാനൊന്നിച്ച് ഒരു മീൻ പിടിക്കാൻ വന്നത്. 2 മണിക്കോ 4 മണിക്കോ രണ്ട് പ്രാവശ്യം വന്നത്. ഒന്ന് പുലച്ചക്കും പിന്നെ അതുപോലെ രാത്രിയിലും. പക്ഷെ അന്ന് അങ്ങനെ അപ്പൊ അതുകൊണ്ട് രാത്രി വന്നതുകൊണ്ട് തന്നെ എനിക്ക് അത്ര ലൈറ്റ് അടിച്ചിട്ട് മീനൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അതായത് രാത്രി വന്നത് മറ്റേ കരിമീൻ പിടിക്കാൻ വേണ്ടിട്ട് അല്ലേ? എനക്കറിയാലോ വന്നതെന്ന്. അപ്പൊ അങ്ങനെയാണ് വന്നത്. പക്ഷെ ഇതുവരെ ഇത് ഇങ്ങനെ ആസ്വദിച്ചില്ല. ഇത് ആദ്യമായിട്ടാണ് ജീവിതത്തിൽ ഇങ്ങനെ ഞാൻ ഈ സ്ഥലം ഒന്ന് ആസ്വദിക്കുന്നത്. പക്ഷെ ഈതൻ വന്നിട്ട് ഭയങ്കര കളിയായിരുന്നു ഇവിടെ. ഈതൻ കുറേ വെള്ളം കുടിച്ച് ഈ ചെളിവെള്ളമൊക്കെ ഇതിൻ്റെ വായിലായി. പക്ഷെ അത് മറ്റു കാര്യമില്ല. ഈ പ്രായത്തിൽ അങ്ങനെ എന്തായാലും ആവും. അപ്പോൾ ഭയങ്കര സുന്ദരമായൊരു കാഴ്ചയാണ് എന്തായാലും ഈ കണ്ടലക്കാട്. അപ്പോൾ എന്തായാലും നിങ്ങളിത് വരുമ്പോൾ ഇവിടെ വരിക. അപ്പോൾ അങ്ങനെയാണ് വരിക സഹചരി സമര സമര പാടണ്ട പാട്ട് കൊളാക്കണ്ട. അപ്പോൾ അങ്ങനെയൊക്കെയാണ്.
പക്ഷെ കൂളിംഗ് ഗ്ലാസ് ഇട്ടിട്ട് ഈ വെയിലില്ലാത്ത സമയത്തും കൂളിംഗ് ഗ്ലാസ് ഇട്ടിട്ട് വരുന്ന ഒരാള്. നേരത്തെ ഭയങ്കര വെയിലല്ലേ, അത് തന്നെ അയച്ചില്ല. അപ്പൊ നമ്മള് കണ്ടോക്കാടിന്റെ ഇടയിൽ കൂടി ഇങ്ങനെ പ്രണയിച്ച് നടക്കുന്ന ഒരു സമയത്തുള്ള ഒരു വീഡിയോ ആയിരുന്നു. ഇവിടെ ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ അതിന്റെ വഴക്ക് പറയും. അല്ല അത് പറയാം, അത് നന്നാക്കാൻ വേണ്ടിയുള്ള നമ്മള് ഉള്ള പരിപാടികൾ. മഴ പെയ്യുന്നുണ്ടാ? മഴ അയ്യോ മഴ പെയ്തു, സംഗതി ആകെ പ്രശ്നത്തിലായി. അപ്പോൾ മഴ പെയ്യുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഫോണ് തോണികളിലുള്ള മാമനിപ്പോൾ വെള്ളത്തിൽ നടുക്കുമായിരിക്കും. അപ്പോൾ ആ കുടുങ്ങിയിട്ടാണല്ലേ നമ്മൾ. എന്തായാലും നോക്കാം, എവിടെയെങ്കിലും ഏതെങ്കിലും കണ്ടലിൻ്റെ മാമൻ എടുത്തു. കണ്ടലിന്റെ അപ്പുറം. അപ്പം മാമൻ കിട്ടിയിട്ടുണ്ട്. അപ്പം വേഗം മാമൻ്റെ അടുത്തേക്ക് നമ്മൾ പോയിക്കൊണ്ട് നിൽക്കുവാണ്. അപ്പം നമ്മൾ ഇളമ്പൊക്കെ പിടിച്ചതൊക്കെ ആൾക്കാർ വന്നു. സുഖ കൊടയെടുത്തിനാ? അപ്രതീക്ഷിതമായി പെയ്തൊരു മഴയിൽ ഞങ്ങളിങ്ങനെ കുടുങ്ങി നിൽക്കുവാണ്. എൻ്റെ മാമാജി ആയിയേ. അപ്പോൾ മഴ പെയ്യുന്നുണ്ട്. പക്ഷെ മാമൻ മഴ എന്തായാലും പോകണമെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ ഇവിടുന്ന് രക്ഷപ്പെടാൻ നോക്കുവാണ്. ഇതെന്താ ചെയ്യുന്നത്? அதுக்கு அது கை ஆப்ரேஷன் ஆயிடுச்சு, இப்ப எதுவுமே பண்ணாது. This is baby now. இது இல்ல அது அவனுக்கு அவனாகி சின்ன பையன் குட்டி பையா. இங்க பாரு, இங்க பாரு. അപ്പോൾ സംഗതി മഴ പെയ്തു. അപ്പം ഞാനൊരു ചെറിയൊരു കുടയൊക്കെ ആക്കി എൻ്റെ ക്യാമറക്ക് വേണ്ടിയിട്ട്. മഴ പെട്ടെന്ന് വന്ന മഴ. കുടയും എടുത്തില്ല, ഒന്നും എടുത്തില്ല, തൊപ്പി എടുത്തില്ല, ഒന്നും എടുത്തില്ല. അപ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മൾ കണ്ടൽക്കാട്. പണ്ടൊന്നും ഞാനിങ്ങനെ ചാറ്റൽ മഴ കൊണ്ടു കഴിഞ്ഞാൽ ഞാൻ അപ്പം തന്നെ വാടിപ്പോകലുണ്ട്. ഇപ്പം പക്ഷേ തലവേദന അതന്നെ വാടിപ്പോകുന്ന പറയുന്നത്. അപ്പോൾ ഇപ്പം കുറച്ച് ഞാൻ പ്രകൃതിപരമായിട്ടുള്ള കുറച്ച് ചെയ്യുന്നുണ്ട്. കുറച്ച് മഞ്ഞ് കൊള്ളൽ ചികിത്സ രാവിലെ മഞ്ഞ് കൊള്ളുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടിപ്പം കുറച്ച് ധൈര്യമുണ്ട്, ഇങ്ങനെ കൊണ്ടാകുന്ന കുഴപ്പമില്ല. ഒരു മഴ പെയ്ത്, അതാണ് ഏറ്റവും വലിയ പ്രശ്നമായത്. പക്ഷേ ഈ മഴ ഇങ്ങനെ നമുക്ക് ആസ്വദിക്കാൻ പറ്റി. അപ്പം മഴേനെക്കുറിച്ച് മഴ ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നീ ഒന്നും പറയണ്ട. അപ്പം നമ്മൾ ഇളമ്പയ്ക്കെല്ലാം വാരി ഇങ്ങനെ തിരിച്ച് വന്നുകൊണ്ടിരിക്കുവാന്ന്. ഏകദേശം കരക്കെത്താനായി. അപ്പോൾ ഇനിയിപ്പോൾ ഇത് ചാക്കിലാക്കണം, വണ്ടിയിലാക്കണം, നാട്ടിലേക്ക് ഇത്രയും പെട്ടെന്ന്. അപ്പോൾ മഴ വീണ്ടും വരുന്നുണ്ട്. ഇപ്പം മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളെന്തോ ഭാഗ്യത്തിന് കരക്കെത്താനായി. അപ്പം മാമൻ കുറേ കഷ്ടപ്പെട്ട് കുറേ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ പുഴയിൽ വരുക, ഇളമ്പൊക്കെ വരുക, അത് കൊണ്ടുപോവുക. അപ്പോൾ എല്ലാവർക്കും ബായ്.